ഹലോ എവരി വൺ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 7th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്തായിരുന്നു? ഹാർമണി ഓഫ് മാർവൽസ്. ഹാർമണി ഓഫ് മാർവൽസ് എന്ന ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്റർ എ ലൈഫ് വിത്ത് റോബോട്ട് വിത്ത് എ വൈറസ് അല്ലേ, റോബോട്ട് വിത്ത് എ വൈറസ് പഠിച്ചു. ഒരു റോബോട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്താ പറയുക, അതിനെ പ്രോഗ്രാം ചെയ്തേക്കുന്ന അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് അല്ലേ, അതിനെയൊക്കെ കുറിച്ചായിരുന്നു നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അത് കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. ഒരു പോയോ ആണ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. ഓക്കെ, ഓതർ ആരാന്ന് നോക്കാം. രബീന്ദ്രനാഥ് ടാഗോർ. നമ്മുടെ ഇന്ത്യക്കാരുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ പോയറ്റ് അല്ലേ, രബീന്ദ്രനാഥ് ടാഗോർ ആണ് നമ്മുടെ ഈ പോയത്തിൻ്റെ ഓതർ. 1861 അദ്ദേഹം ജനിച്ചത്. 1941 അന്തരിച്ചു. വാസ് എ പോയറ്റ്, ഫിക്ഷനിസ്റ്റ്, പ്ലേ റൈറ്റ്, essayist, composer and painter who won the Nobel Prize for Literature in 1913 for his collection of poems Gitanjali. Tagore is the author of the national anthems of India and ബംഗ്ലാദേശ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ഏതൊക്കെ ഫീൽഡിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ടായിരുന്നത്? ഹി വാസ് എ പോയറ്റ് അല്ലേ, കവിത ഒക്കെ രചിക്കുമായിരുന്നു. ഫിക്ഷനിസ്റ്റ്, കഥയൊക്കെ രചിക്കുമായിരുന്നു. പ്ലേ റൈറ്റ്, നാടകം. എസ്സേയിസ്റ്റ്, കമ്പോസർ, പെയിൻറ്റർ, ഈ മേഖലകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഹു വൺ ദ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1913 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടി, ആദരിച്ചിട്ടുണ്ട്. ഫോർ ഹിസ് കളക്ഷൻ ഓഫ് പോയംസ് ഗീതാഞ്ജലി. എന്തിനാണ് ആ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കൊടുത്തത്? ഫോർ ദ കളക്ഷൻ ഓഫ് ഹിസ് പോയംസ് ഗീതാഞ്ജലി. ഗീതാഞ്ജലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിന് അല്ലേ, കവിതാ സമാഹാരം, കളക്ഷൻ ഓഫ് പോയംസ്. പേരെന്താണ്? ഗീതാഞ്ജലി. പ്രത്യേകം ഓർത്ത് വെച്ചോണം, വളരെ ഫേമസ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് പോയംസ് ആണ് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി. ഓക്കെ, ടാഗോർ ഇസ് ദി ഓതർ ഓഫ് ദി നാഷണൽ ആന്തംസ് ഓഫ് ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. നമ്മളെല്ലാവരും സ്കൂളിൽ പാടുന്ന ജനഗണമന അല്ലേ, അതിൻ്റെ ഓതർ ആരാണ്? നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറാണ്. നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ആന്തത്തിൻ്റെയും ബംഗ്ലാദേശിൻ്റെ നാഷണൽ ആന്തത്തിൻ്റെയും ഓതർ രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. ഓക്കെ, പോയം നോക്കിയാലോ. Here is an interesting poem about looking at the world in wonder and amazement. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ എന്താ പറയുക, ലോകം അല്ലേ, ലോകത്തെ ലുക്കിംഗ് അറ്റ് ദ വേൾഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്, ആ ഒരു അത്ഭുതത്തോടു കൂടി, അതിശയത്തോടു കൂടി നമ്മുടെ ലോകത്തെ നോക്കി കാണുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പോയമാണ് നമ്മുടെ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ് എന്ന് പറയുന്ന നമ്മുടെ പോയം. രവീന്ദ്രനാഥ് ടാഗോറാണ് ഓതർ. The sky is full of the sun and the stars. The universe is full of life. Among all these, I have found a place, and in wonder and amazement I sing. First stanza 4 lines ഉണ്ട് അല്ലേ. The sky is full of the sun and the stars. നമ്മുടെ സ്കൈ എന്ന് പറയുന്നത് അല്ലേ, ആകാശം എന്ന് പറയുന്നത് ഡേ ടൈമിൽ സൂര്യൻ്റെ ആ ഒരു പ്രഭയിൽ മുങ്ങി കുളിച്ച് നിൽക്കുക അല്ലേ, സൂര്യൻ്റെ കിരണങ്ങളേറ്റ് ആ ഒരു ഇതിൽ ഷൈനിങ് ആയിട്ട് നിൽക്കും നമ്മുടെ സ്കൈ എന്ന് പറയുന്നത്. ആൻഡ് ദി സ്റ്റാർസ്, നൈറ്റിലാണെങ്കിലോ സ്റ്റാർസ് അല്ലേ, സ്റ്റാർസും മൂണും ഒക്കെ കണ്ടിട്ട് നിറഞ്ഞു നിൽക്കും അല്ലേ, സ്റ്റാർസ് വാരി വെതറി ഇട്ടേക്കുന്ന പോലെ അവിടെ ഇങ്ങനെ തിളങ്ങി സ്കൈ കംപ്ലീറ്റ്ലി ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ. അപ്പോൾ ദി സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്. ഡേ ടൈമിൽ സണ്ണിൻ്റെ ഷൈനിങ് കൊണ്ടും നൈറ്റ് ടൈമിൽ നമ്മുടെ സ്റ്റാർസിൻ്റെ ബ്യൂട്ടി കൊണ്ടും എന്താണ് നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ആകാശം. ദി യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്. അതുവഴി നമ്മുടെ പ്രപഞ്ചം അല്ലേ, യൂണിവേഴ്സ്, പ്രപഞ്ചം എന്ന് പറയുന്നത് ഈസ് ഫുൾ ഓഫ് ലൈഫ് അല്ലേ. എവിടെ നോക്കിയാലും പച്ചപ്പ്, ഹരിതാഭ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ ആ സണ്ണിൻ്റെ ഗ്ലേസിങ് അടിക്കുമ്പോഴത്തേക്കും റിവേഴ്സിലും ഓഷൻസിലും ഒക്കെ ആ ഒരു ഗ്ലേസിങ് അടിക്കുമ്പോൾ ആ ഒരു ഇതില്ലേ, ആ ഒരു ഗ്ലോറിഫിക്കേഷൻ ഇല്ലേ, അതാണ് ഉദ്ദേശിച്ചത്. യൂണിവേഴ്സ് ഇസ് ഫുൾ ഓഫ് ലൈഫ് അല്ലേ. പകൽ സമയം സൂര്യനാലും രാത്രിയിൽ നക്ഷത്രങ്ങളാലും നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ ആകാശം. അതുവഴി നമ്മുടെ യൂണിവേഴ്സ്, പ്രപഞ്ചം എന്ന് പറയുന്നത് ഫുൾ ഓഫ് ലൈഫ്, ഈസ് ഫുൾ ഓഫ് ലൈഫ് അല്ലേ. ജീവൻ്റെ എന്താ പറയുക, ആ ഒരു തുടിപ്പ് അത് എല്ലായിടത്തും, നമ്മുടെ പ്രപഞ്ചത്തിലെല്ലായിടത്തും അത് കാണാൻ കഴിയുന്നുണ്ട്. Among all these I have found a place and in wonder and amazement I sing. അപ്പോൾ among all these,
ഐ ഹാവ് ഫൗണ്ട്, ഇവിടെ ഐ ഹാവ് ഫൗണ്ട് എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ, ഉപയോഗിച്ചേക്കുന്നത്. അപ്പം ഐ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ഓതർ തന്നെയാണ്, നമ്മുടെ പോയറ്റ് രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് ഇവിടെ ഓതറായിട്ട് നിന്ന് ഈ സോങ് രചിച്ചേക്കുന്നത്. And then wonder and amazement I sing. അപ്പോൾ among all these I have found a place. അപ്പോൾ ഈ ഒരു എന്താ പറയുക, വേൾഡിൻ്റെ ആ ഒരു ബ്യൂട്ടി അല്ലേ, മിസ്റ്ററി ഓഫ് ദിസ് വേൾഡ് അല്ലേ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. among all these I have found a place. അപ്പോൾ ഈ ആകാശം സൂര്യനാലും പകൽ സമയത്ത് സൂര്യനാലും രാത്രിയിൽ നക്ഷത്രങ്ങളാലും നിറഞ്ഞു നിൽക്കുന്ന ആകാശത്ത് പ്രപഞ്ചം മുഴുവൻ ജീവൻ്റെ ആ ഒരു എന്താ പറയുക തുടിപ്പ് അല്ലേ, അതുണ്ട്. among all this I have found a place. ഞാൻ ഒരിടം കണ്ടു. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ, ആ ഒരു സന്തോഷത്തിൽ അല്ലേ, വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് അതിശയത്തിൽ ഐ സിങ്. അപ്പം നമ്മുടെ പോയറ്റ് എന്താണ്, ആ ഒരു സന്തോഷത്താൽ പാട്ട് പാടുന്നു അല്ലേ, ആ ഒരു നേച്ചറിൻ്റെ ബ്യൂട്ടി അല്ലേ, അത് കണ്ടുകൊണ്ട് വളരെയധികം അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് അത് ആസ്വദിക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ. Okay, the world is swayed by eternity's rushing tide, rising and falling. I have felt its tug in my blood, racing through my veins, and in wonder and amazement I sing. Okay, second stanza ആണല്ലേ. The world is swayed. Swayed എന്ന് പറഞ്ഞാൽ എന്താ? ആടി ഉലയുക. The world is swayed. വേൾഡ് കോൺസ്റ്റൻ്റ് ആണോ? പല പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വേൾഡ് കോൺസ്റ്റൻ്റ് ആണോ? ഒരിക്കലും അല്ല അല്ലേ. ഇപ്പം നമ്മുടെ തീരുമാനങ്ങളായാലും കോൺസ്റ്റൻ്റ് ആണോ? അല്ല. ഇപ്പം ജസ്റ്റ് വെതർ എടുക്കുക, കാലാവസ്ഥ, അതും കോൺസ്റ്റൻ്റ് ആണോ? ഇന്നിപ്പോൾ വെയിൽ കണ്ടാൽ നാളെ വെയിലായിരിക്കും, ഈ ടൈമിൽ നാളെ വെയിലായിരിക്കും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, വെതർ റിപ്പോർട്ടിംഗ് ഏജൻസീസിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ? ഇന്ന് വെയിലാണ് അപ്പോൾ നാളെയും വെയിൽ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ നാളെ ഈ സമയത്ത് മഴ പെയ്യും, നാളെ മഴയാണെങ്കിൽ മറ്റന്നാൾ വീണ്ടും മഴയായിരിക്കുമോ? അല്ല, ചിലപ്പോൾ വെയിൽ വരുമായിരിക്കും. അപ്പോൾ ഒന്നും അങ്ങനെ കോൺസ്റ്റൻ്റ് അല്ല അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യന്മാരുടെ കാര്യം എടുത്താലും നമ്മൾ എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് കോൺസ്റ്റൻ്റ് ആണോ? അല്ല, മാറും, ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാ പറയുന്ന ദ വേൾഡ് ഈസ് സ്വേഡ്. വേൾഡ് ഇങ്ങനെ ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒന്നിൽ മാത്രം ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുന്നില്ല, ജസ്റ്റ് ചേഞ്ചസ് ഒക്കെ ഡിഫറൻസസും ഒക്കെ വന്നുകൊണ്ടിരിക്കുവാണ്. ബൈ ഇറ്റേണിറ്റി ഈസ് റഷിങ് ടൈഡ്. അപ്പോൾ വേൾഡ് ഈസ് സ്വേഡ്, വേൾഡ് ആടി ഒലയാണ്. ബൈ ഇറ്റേണിറ്റി ഈസ് റഷിങ് ടൈഡ്. ഇറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അനന്തമായ എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഇറ്റേണിറ്റി ഈസ് റഷിങ് ടൈഡ്. റഷിങ് ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിരമാലകൾ അല്ലേ. റഷിങ് ടൈഡ് എന്ന് പറഞ്ഞാൽ തിരമ്പി വരുന്ന തിരമാലകൾ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാണ് റഷിങ് ടൈഡ് അല്ലേ. ടൈഡ് എന്ന് പറഞ്ഞാൽ തിരമാലകൾ. ബൈ ഇറ്റേണിറ്റി ഈസ് റഷിങ് ടൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുതിച്ചു വരുന്ന ഓരോ തിരമാലകളില്ലേ, നമ്മുടെ ടൈമിനെയാണ് അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോയറ്റ് അല്ലേ. ആ ഒരു റഷിങ് ടൈഡ് ടൈമിനെയാണ് ഉദ്ദേശിക്കുന്നത്. ടൈം ഇങ്ങനെ കുതിച്ച് വരും, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നല്ലേ ടൈം. തിരിച്ചു വരില്ലല്ലോ, നമുക്ക് സമയം കഴിഞ്ഞു പോയാൽ അതൊരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. അപ്പോൾ ദ വേൾഡ് ഈസ് സ്വേഡ് ബൈ ഇറ്റേണിറ്റി ഈസ് റഷിങ് ടൈഡ്. അങ്ങനെ ആർത്തിരമ്പി വരുന്ന തിരമാലകൾ പോലെ, അനന്തമായ ആർത്തിരമ്പി വരുന്ന തിരമാലകൾ പോലെ ഇങ്ങനെ നമ്മുടെ വേൾഡ് സ്വേ ചെയ്തുകൊണ്ടിരിക്കുവാണ്, ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്നാണ് പറയുന്നത്. റൈസിങ് ആൻഡ് ഫോളിങ് അല്ലേ. നമ്മുടെ ലൈഫുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. ഒന്നും കോൺസ്റ്റൻ്റ് അല്ലാന്ന് നമ്മൾ പറഞ്ഞു. സക്സസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫെയിലിയർ ഉണ്ടാവും അല്ലേ. സന്തോഷം ഉണ്ടാവും, അതുപോലെ തന്നെ ദുഃഖവും ഉണ്ടാവും. അപ്പോൾ എവിടെ ഒരു റൈസിങ് ഉണ്ടോ അവിടെ ഒരു ഫോളിങ്ങും കാണും, എവിടെ ഒരു ഫോളിങ് ഉണ്ടോ അവിടെ ഒരു റൈസിങ്ങും കാണും അല്ലേ. അല്ലാതെ സ്റ്റിൽ ഡീപ്പായിട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുമോ, എന്നും നമ്മൾ ഫെയിലിയർ മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുമോ? ഇല്ല, നമ്മളെപ്പോഴെങ്കിലും സക്സസീവ് ആവും അല്ലേ. ലൈഫിൽ ഒരു ഫെയിലിയർ ഉണ്ടെങ്കിൽ ഒരു സക്സസ്സും ഉണ്ടാവും അവിടെ. By eternity's rushing tide, rising and falling,
ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ് സ്റ്റഗ് ഇൻ മൈ ബ്ലഡ് അല്ലേ. പക്ഷെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്വേയിങ്ങില്ലേ അത് ഭയങ്കര ഡീപ്പായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയാണ് അല്ലേ. അത്രയും ജോയ്ഫുള്ളായിട്ട് ആ ഓരോ എന്താ പറയുക ഓരോ കാര്യം നമ്മളൊക്കെ എന്താ നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ നമുക്ക് ചുറ്റും? അതോ നിങ്ങൾ രാവിലെ എണീക്കുന്നു, സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, തിരിച്ചു വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, അത്രയും മാത്രമേ ഉള്ളൂ? ജസ്റ്റ് കുറച്ച് നമ്മുടെ നേച്ചറും യൂണിവേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യണം അല്ലേ. നമ്മൾ കീനായിട്ടൊരു ഒബ്സർവേഷൻ അവയ്ക്കൊക്കെ നൽകണം. അപ്പോഴേ അതിൻ്റെയൊക്കെ വണ്ടേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ അത് എന്താ പറയുക ഏറ്റവും നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കി അറിഞ്ഞ് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ. അപ്പം അദ്ദേഹം പറയുകയാണ് ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ് സ്റ്റഗ് ഇൻ മൈ ബ്ലഡ്. അപ്പോൾ ആ ഒരു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും അത് കീനായിട്ട് ഒബ്സർവ് ചെയ്ത് എന്താ പറയുക അത് അദ്ദേഹത്തിന് എങ്ങനെ ഫീൽ ചെയ്തു എന്നാണ് പറയുന്നത്. ഫെൽറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫീൽ അല്ലേ. ഫീലിൻ്റെ V1 ഫോമാണ് ആൻഡ് V2 ഫോമാണ് ഫെൽറ്റ്. ഓക്കെ, ഫീലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫെൽറ്റ്. ഓക്കെ, ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ് സ്റ്റഗ് ഇൻ മൈ ബ്ലഡ്. അപ്പോൾ ആ ഒരു ടഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ്ഫുള്ളായിട്ട് എന്താ പറയുക പുഷ് ചെയ്യുക അല്ലെങ്കിൽ പുള്ളി ചെയ്യുക എന്ന് പറയത്തില്ലേ, അതാണ് ടഗ് ഇൻ മൈ ബ്ലഡ്. എൻ്റെ രക്തത്തിൽ കൂടെന്ന് അതിങ്ങനെ ഫോഴ്സ്ഫുള്ളി ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ പോയറ്റിന് അങ്ങനെയാണ് അനുഭവപ്പെട്ടതെന്നാണ് പറയുന്നത്. സോ ദ ഇറ്റേണിറ്റി ഈസ് റഷിങ് ടൈഡ് റൈസിങ് ആൻഡ് ഫോളിങ് അല്ലേ. നമ്മുടെ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല കാര്യങ്ങളും നമ്മുടെ പോയറ്റ് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ ഫീൽ ചെയ്തേ? ഇറ്റ്സ് ടഗ് ഇൻ മൈ ബ്ലഡ്. എൻ്റെ രക്തത്തിൽ കൊടുന്ന് അതിങ്ങനെ റേസ് ചെയ്ത് അങ്ങ് പോകുന്ന പോലെ അല്ലേ, ടഗ് ചെയ്ത് ഫോഴ്സ്ഫുള്ളി അതങ്ങ് പുഷ് ചെയ്ത് അങ്ങ് പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. റേസിങ് ത്രൂ മൈ വെയിൻസ്, എൻ്റെ സിരകളിൽ കൂടി ഒഴുകി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ റേസിങ് ത്രൂ മൈ വെയിൻസ്, അതെൻ്റെ വെയിൻസിൽ കൂടുന്ന് എൻ്റെ ബ്ലഡിൽ കൂടുന്ന് ഫോഴ്സ്ഫുൾ പുഷ് നൽകിക്കൊണ്ടാണ് ആ ഓരോ എക്സ്പീരിയൻസും ഞാൻ അനുഭവിച്ചറിയുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ് അല്ലേ. അത്രയും എക്സൈറ്റ്മെൻറ്റിൽ, വണ്ടർ അതിശയത്തിൽ, സന്തോഷത്തിൽ ഞാൻ പാട്ട് പാടുന്നു. അടുത്ത സ്റ്റാൻസ് നോക്കിക്കേ. While walking in the woodlands with my feet I have touched the blades of grass. I have been startled by the flowers' fragrance. They have all maddened my mind. The gifts of gladness and joy are strewn all around. And in wonder and amazement I sing. Okay, നമ്മുടെ തേർഡ് സ്റ്റാൻസ് ആണ് അല്ലേ. ഇത്രയും ഫസ്റ്റ് സ്റ്റാൻസാ. ഓക്കെ, നമ്മൾ സ്റ്റോറി അല്ലെങ്കിൽ വലിയ എന്താ പറയുക ഷോർട്ട് സ്റ്റോറി ആയിക്കോട്ടെ, എസ്സേ ആയിക്കോട്ടെ, അതിനൊക്കെയാണ് നമ്മൾ ഓരോ പാർട്ടിനെ നമ്മൾ പാരഗ്രാഫ്സ് എന്ന് വിളിക്കുന്നത്. പോയത്തിൽ വരുമ്പോൾ നമ്മൾ ഓരോ പാർട്ടിനെ നമ്മൾ സ്റ്റാൻസാസ് എന്ന് വിളിക്കും. ഓക്കെ, ഷോർട്ട് സ്റ്റോറീസ് അല്ലെങ്കിൽ എസ്സേസിലൊക്കെ നമ്മളത് പാരഗ്രാഫ്സ് എന്നും, പോയത്തിൽ വരുമ്പോൾ അത് സ്റ്റാൻസാസ് എന്നും. ഫസ്റ്റ് സ്റ്റാൻസ അതായിരുന്നു. സെക്കൻഡ് സ്റ്റാൻസ അല്ലേ, സെക്കൻഡ് സ്റ്റാൻസ ഇതായിരുന്നു. തേർഡ് ഇത്, ആൻഡ് ഇത് ഫോർത്ത്. ഓക്കെ, തേർഡ് സ്റ്റാൻസ് നോക്കിയേ. വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്സ്. വുഡ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വുഡ്ലാൻഡ്സ് നിറയെ മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വളർന്ന് നിൽക്കുന്ന ഒരു കാട് പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലേ, അതിനെയാണ് നമ്മൾ വുഡ്ലാൻഡ്സ് എന്ന് പറയുന്നത്. വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്സ്, ആ വുഡ്ലാൻഡ്സിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിത്ത് മൈ ഫീറ്റ് ഐ ഹാവ് ടച്ച് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് അല്ലേ. അപ്പോൾ ചെരുപ്പിടാണ്ട് ബെയർ ഫൂട്ടഡ് ആയിട്ടല്ലേ, ചെരുപ്പിടാണ്ട് നമ്മൾ കവി നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹി ഫെൽറ്റ് വാട്ട് ഹാവ് ടച്ച് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്. അല്ലേ, പുല്ലിൻ്റെ ബ്ലേഡ്സ് എന്ന് പറഞ്ഞാൽ ബ്ലേഡ് താഴെ കിടപ്പുണ്ടെന്നാണോ? അല്ല, ആ ഗ്രാസിൻ്റെ ലീവ്സ് ഇല്ലേ, ഗ്രാസ്, അത് ലൈക്ക് ബ്ലേഡ്സ് പോലെ, ബ്ലേഡ്സുമായിട്ട് താരതമ്യം ചെയ്തേക്കുവാണ് ആ ഒരു ഗ്രാസ് എന്ന് പറയുന്നത്. ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് എന്നാണ് നമ്മുടെ കവി ഇത് എഴുതിയിരിക്കുന്നത്. വിത്ത് മൈ ഫീറ്റ് ഐ ഹാവ് ടച്ച് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് അല്ലേ. നടന്നു പോകുമ്പോൾ, വുഡ്ലാൻഡ്സിൽ കൂടെ നടന്നു പോകുമ്പോൾ ഗ്രാസിൽ ഇങ്ങനെ ചവിട്ടി പോകുമ്പോൾ, ബെയർ ഫുട്ടഡായിട്ട് ചവിട്ടി പോകുമ്പോൾ അത് ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് ടച്ച് ചെയ്തു എന്നാണ് കവി പറയുന്നത്. ഐ ഹാവ് ബീൻ സ്റ്റാർട്ടിൽഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്. ഐ ഹാവ് ബീൻ സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞെട്ടിപ്പോയോ എന്ന് പറയത്തില്ലേ, ഞെട്ടിപ്പോവുക, എന്താ പറയുക,
എന്തുകൊണ്ട് ഞെട്ടിപ്പോയി? ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ് അല്ലേ, കോരിത്തരിച്ചു പോയി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഐ ഹാവ് ബീൻ സ്റ്റാർട്ടിൽ ബൈ ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്. ഫ്ലവേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് കൊണ്ട് കോരിത്തരിച്ചു പോയി. അത്രയും എന്താ പറയുക, മനോഹരമായിട്ടുള്ള മണമായിരുന്നു നമ്മുടെ അവിടുത്തെ ഫ്ലവേഴ്സിനുണ്ടായിരുന്നത്. അത്രയും നമ്മളാണെങ്കിൽ വെറുതെ എന്താ ഒരു റോസ് എടുത്താലും മണപ്പിക്കും, കളയും അല്ലേ. പക്ഷെ അതിൽ നിന്നും കൂടുതലായിട്ട് ബിയോണ്ട് ദാറ്റ് അല്ലേ, അതിൽ നിന്നും കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളായിരുന്നു നമ്മുടെ പോയറ്റ് രവീന്ദ്രനാഥ ടാഗോർ. ദേ ഹാവ് ഓൾ മാഡൻഡ് മൈ മൈൻഡ്. അവയെല്ലാം എന്നെ തീർത്തും ഭ്രാന്തനാക്കി. ദേ ഹാവ് ഓൾ മാഡൻഡ് മൈ മൈൻഡ്. എൻ്റെ മനസ്സിനെ തീർത്തും ഭ്രാന്തമാക്കി അല്ലേ. എന്തൊക്കെയാണ്? ആ ബ്ലേഡ്സ് ഓഫ് ഗ്രാസും അല്ലേ, ബെയർ ഫൂട്ടഡ് ആയിട്ട് വുഡ്ലൻഡ്സിൽ കൂടെ ഒന്ന് നടന്നു പോകുമ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ നേച്ചറിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറാണ് അല്ലേ പറയുന്നത്. എന്താ ബ്യൂട്ടിഫുള്ളി അത് ഈ പോയത്തിൽ അത് വരികളായിട്ട് നമ്മുടെ കവി എഴുതി വെച്ചേക്കുന്നു നോക്കുക. ഐ ഹാവ് ടച്ച് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് അല്ലേ, ആ ഇളം ആ പുല്ലുകളിൽ കൂടുന്ന് ചവിട്ടി നടക്കുമ്പോൾ ഉള്ളൊരു ആ ഒരു സുഖം. പിന്നെ ഫ്ലവേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് അല്ലേ, ആ പൂക്കളുടെയൊക്കെ മണം, സുഗന്ധം ഒക്കെ. ദേ ഹാവ് ഓൾ മാഡൻഡ് മൈ മൈൻഡ്. അത് എൻ്റെ മനസ്സിനെ അത്രമേൽ എന്നെ അങ്ങ് ഭ്രാന്തനാക്കി അല്ലേ, അത്രമേൽ ഭ്രാന്തമുള്ള മനസ്സാക്കി മാറ്റി എൻ്റേത് എന്നാണ് പറയുന്നത്. ദി ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ്. ഗ്ലാഡ്നെസ്, ആ ഒരു സന്തോഷത്തിൻ്റെ ഗിഫ്റ്റ്സ് ആർ സ്ട്രൂൺ ഓൾ അറൗണ്ട് അല്ലേ. സ്ട്രൂൺ എന്ന് പറഞ്ഞാൽ വിതറുക. സ്ട്രൂൺ എന്ന് പറഞ്ഞാൽ വിതറുക. ഓക്കെ, ആ സ്ട്രൂൺ ഓൾ അറൗണ്ട്, ചുറ്റിനും അങ്ങ് വിതറി അങ്ങ് കിടക്കുവാണെന്ന്. ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ്. ഓക്കെ, ആ ഒരു സന്തോഷത്തിൻ്റെ ആ എന്താ പറയുക, ഓരോ ഇതും ഗിഫ്റ്റ്സ് അല്ലേ, അത് ചുറ്റിനും അങ്ങ് വാരി വെതറി അങ്ങ് ഇട്ടേക്കുന്ന പോലെയാണ് കവിക്ക് ഫീൽ ചെയ്ത്. ആ വുഡ്ലാൻഡ്സിൽ കൂടെ നിന്ന് നടക്കുമ്പോൾ, ബ്ലേഡ്സ് ഓഫ് ഗ്രാസിൽ കൂടെ നിന്ന് ടച്ച് ചെയ്ത് ബെയർ ഫൂട്ടഡ് ആയിട്ട് നടക്കുമ്പോൾ, ഫ്ലവേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഒക്കെ ഏറ്റുവാങ്ങി അതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് ആസ്വദിച്ച് നടക്കുമ്പോൾ അത് നമ്മുടെ കവിയുടെ മനസ്സിനെ എന്താണ് മാഡനാക്കി, അത്രയും ഭ്രാന്തനാക്കി എന്നാണ് പറയുന്നത്. ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് ആർ സ്ട്രൂൺ ഓൾ അറൗണ്ട്. ചുറ്റിനും ഇങ്ങനെ സന്തോഷം കൊണ്ടിങ്ങനെ സന്തോഷം വാരി വെതറിയിക്കുന്ന പോലെ ഫീൽ ചെയ്തു. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. ആൻഡ് ഇൻ വണ്ടർ, അതേപോലെ അതിശയത്തോടെയും അമേസ്മെൻറ്റ് അല്ലേ, ആ ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടി ഞാൻ പാട്ട് പാടാൻ തുടങ്ങി. ഐ ഹാവ് പ്രിക്ഡ് മൈ ഇയേഴ്സ്. ഫോർത്ത് സ്റ്റാൻസയാണ് ലാസ്റ്റ് സ്റ്റാൻസ. ഐ ഹാവ് പ്രിക്ഡ് മൈ ഇയേഴ്സ്. ഐ ഹാവ് ഓപ്പൺഡ് മൈ ഐസ്. ഐ ഹാവ് ബെയർഡ് മൈ heart to the world. In the midst of the known, I have sought the unknown. And in wonder and amazement, I sing. എന്താ പറയുന്നേ? I have pricked my ears. Pricked എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പിയേഴ്സ് ചെയ്യാന്ന് പറയത്തില്ലേ? pricked എന്ന് പറഞ്ഞാൽ pierced. ഓക്കെ, തുളച്ച് കയറുക ആ വിധത്തിൽ പറയത്തില്ലേ? pricked my ears, ചെവി അങ്ങ് തുറന്നു വെച്ചു. കാരണം കേൾക്കുന്ന കാര്യങ്ങളൊക്കെ അത്രയും വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും കേൾക്കാൻ പറ്റുന്ന വിധത്തിന് pricked my ears, തുറന്നു വയ്ക്കുക എന്നാണ് പറയുന്നത്. അത്രയും അതിൻ്റെ ആ ഒരു ക്ലാരിറ്റിയോടുകൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ചെവിയൊക്കെ കാതൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചു എന്നാണ് പറയുന്നത്. ഐ ഹാവ് ഓപ്പൺഡ് മൈ ഐസ്, കണ്ണുകൾ തുറന്നു വെച്ചു. ഐ ഹാവ് ബെയർഡ് മൈ ഹാർട്ട് ടു ദ വേൾഡ്, ലോകത്തിന് മുന്നിൽ ഞാൻ എൻ്റെ ഹൃദയം തുറന്നു വെച്ചു. ബെയർഡ് എന്ന് പറഞ്ഞ് ഓപ്പൺഡ്. ഓക്കെ, ഐ ഹാവ് ബെയർഡ് മൈ ഹാർട്ട് ടു ദ വേൾഡ്. ഞാൻ ചെവി തുറന്നു വെച്ചു, കണ്ണ് തുറന്നു വെച്ചു, ഹൃദയവും ലോകത്തിന് മുന്നിൽ തുറന്നു വെച്ചു. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ നോൺ ഐ ഹാവ് സോട്ട് ദി അൺനോൺ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഫെമിലിയറായ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ, കുറച്ച് നോളജ് ഓൾറെഡി നമുക്ക് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർഡ് ആണ് എല്ലാ കാര്യത്തിനെ കുറിച്ചും. ഓക്കെ, പക്ഷേ നമ്മുടെ കവി എന്താ പറയുന്നത്? ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ നോൺ, കുറേ കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, ഫെമിലിയറാണ് കുറേ കാര്യങ്ങളുമായിട്ട്. ബട്ട് മിഡ്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതിന് ഒപ്പം ഐ ഹാവ് സോട്ട് ദി അൺനോൺ. സോട്ട് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക. ഇവിടെ സോട്ട് എന്ന് പറഞ്ഞാൽ സംവാട്ട് ലൈക്ക് സെർച്ചിങ്. ഓക്കെ, ഐ ഹാവ് സോട്ട് ദി അൺനോൺ, അറിയാവുന്നുള്ള കുറേ കാര്യങ്ങൾ, ഫെമിലിയർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് ബിയോണ്ട് ആയിട്ട് അല്ലേ, അതിനപ്പുറം
ഐ ഹാവ് സോട്ട് ദി അൺനോൺ. എനിക്ക് അറിഞ്ഞുകൂടാത്തതായിട്ടുള്ളതും നമുക്ക് പരിചിതമല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത് അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ കവിക്ക്, പോയറ്റിന് ഉണ്ടായിരുന്നു. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി നോൺ ഐ ഹാവ് സോട്ട് ദി അൺനോൺ. അറിയാവുന്നുള്ള പലതിനും ബിയോണ്ടായിട്ട് അറിഞ്ഞില്ലാത്ത, നമുക്ക് ഒട്ടും തീരെ അതിനെക്കുറിച്ചൊരു നോളജ് ഇല്ലാത്ത കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ പോയറ്റിന് ഉണ്ടായിരുന്നു. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. ഓക്കെ, ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും ആ ഒരു ജോയിലും ആ ഒരു സന്തോഷത്തിലും അതിശയത്തിലും ഞാൻ പാട്ട് പാടാൻ തുടങ്ങി. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു പോയമാണ്. വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഒരു പോയമാണ്. ഹിസ് കളക്ഷൻ ഓഫ് പോയംസ് ഗീതാഞ്ജലിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പോയമാണ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. അല്ലേ, കംപ്ലീറ്റ്ലി നേച്ചറുമായിട്ട് ഇഴചേർന്ന് നിൽക്കുന്ന ആ ഒരു പോയറ്റിൻ്റെ ലൈഫിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അല്ലേ, പോയറ്റിന് നേച്ചറിനോട് എന്തുമാത്രം എന്താ പറയുക അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു കവിതയാണ്. ഓക്കെ, സോ ഇതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കിയാലോ. വൈ ഡസ് എ സ്പീക്കർ സിങ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്? എന്തുകൊണ്ടാണ് നമ്മുടെ സ്പീക്കർ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ, നമ്മുടെ പോയറ്റ്. ഓക്കെ, സിങ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്, അതിശയത്തിലും ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും സിങ് ചെയ്തത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ലൈഫിൻ്റെ, നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ നേച്ചറിൻ്റെ ആ ഒരു മിസ്റ്ററി, നേച്ചറിൻ്റെ ബ്യൂട്ടി, അതുപോലെ തന്നെ വേൾഡിൻ്റെ മിസ്റ്ററീസ് ഓഫ് ദ വേൾഡ്, അല്ലേ, അതൊക്കെ കണ്ടറിഞ്ഞ് നമ്മളെ പോയറ്റ് ഓരോ കാര്യങ്ങളും 1 by 1 ആയിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് കണ്ടറിഞ്ഞ് നിന്നപ്പോൾ ആണ് ആ ഒരു സന്തോഷത്തിന്മേലാണ് നമ്മുടെ പോയറ്റ് സിങ് ചെയ്തത്. ഓക്കെ, അതിൻ്റെ ആൻസർ അറിയാമല്ലോ. What do you think eternity's rushing tide means? Eternity's rushing tide, ഞാൻ നേരത്തെ പറഞ്ഞു ടൈമിനാണല്ലേ ഇറ്റേണിറ്റീസ് റഷിങ് ടൈഡ് എന്ന് ഉദ്ദേശിക്കുന്ന ആ സമയമല്ലേ. സമയം ഇങ്ങനെ അതിക്രമിച്ചു പോകുവാണ് അല്ലേ, മുന്നോട്ട് സമയം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോയ സമയം ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. റഷിങ് ടൈഡ് മീൻസ് ആർത്തിരമ്പി വരും അല്ലേ, ഓരോ ക്ഷണിക നേരവും ആർത്തിരമ്പി വരും, പിന്നെ അതങ്ങ് കടന്നു പോകും. അനന്തമായ സമയം അല്ലേ. ഓക്കെ, അതാണ് ഇറ്റേണിറ്റീസ് റഷിങ് ടൈഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. പിക്ക് ഔട്ട് ദ വേർഡ്ലി വണ്ടേഴ്സ് ഡിസ്ക്രൈബ് ഇൻ ദി പോയം. വേർഡ്ലി വണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ്ലി വണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്. ഓക്കെ, വേർഡ്ലി വണ്ടർ അല്ലേ, യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ് വേർഡ്ലി വണ്ടറാണ്. നമ്മുടെ നേച്ചറിനെ സ്പെസിഫൈ ചെയ്യുന്ന ഓരോ പ്രയോഗങ്ങളാണ് അല്ലേ ഇറ്റേണിറ്റീസ് റഷിങ് ടൈഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫെൽറ്റ് ഇറ്റ് സ്റ്റഗ് ഇൻ മൈ ബ്ലഡ്. ഓക്കെ, വേർഡ്ലി വണ്ടേഴ്സ് ആണ് അല്ലേ. കവി അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമ്മളിലേക്ക് പകർന്നു തരാൻ യൂസ് ചെയ്ത ഓരോ എക്സ്പ്രഷൻസ് ആണ് അല്ലേ വേർഡ്ലി വണ്ടേഴ്സ് കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. പിന്നെന്തുണ്ട്? ടച്ച് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്, പിന്നെ അതുപോലെ സ്റ്റാർട്ടിൽ ബൈ ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്, ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് സ്ട്രൂൺ ഓൾ അറൗണ്ട്. ഓക്കെ, ഇതെല്ലാം ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് നോൺ ഐ ഹാവ് സോട്ട് ദി അൺനോൺ, ഇതെല്ലാം വേർഡ്ലി വണ്ടേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് മാഡൻഡ് ദ പോയറ്റ്സ് മൈൻഡ്? എന്താണ് നമ്മുടെ പോയറ്റിൻ്റെ മൈൻഡിനെ അത്രമേൽ ഭ്രാന്തനാക്കിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരുന്നു? ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്. ഓക്കെ, വുഡ്ലാൻഡ്സിൽ കൂടി നടക്കുമ്പോൾ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ അല്ലേ വുഡ്ലാൻഡ് എന്ന് പറയുമ്പോൾ, അവിടെ കൂടെ നടക്കുമ്പോൾ വിത്ത് ഹിസ് ബെയർ ഫൂട്ടഡ് ഹി ഫെൽറ്റ് ദ ടച്ചിങ് ഓഫ് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് അല്ലേ. നമ്മുടെ പുല്ലിൻ്റെ മീതെ കാല് വെച്ച് നടന്നപ്പോൾ വാട്ട് ഹി ഫെൽറ്റ് ഹി ഹാവ് ടച്ച് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസിൻ്റെ ആ ഒരു ഓരോ ബ്ലേഡ്സിലും ടച്ച് ചെയ്തതുപോലെയാണ് നമ്മുടെ പോയറ്റിന് ഫീൽ ചെയ്തത്. ആൻഡ് ഐ ഹാവ് ബീൻ സ്റ്റാർട്ടിൽ ബൈ ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്. എന്താണ്? പൂക്കളുടെ അതിമനോഹരമായിട്ടുള്ള മണം അല്ലേ. അത്രയും നമ്മളെ അങ്ങ് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന രീതിക്കുള്ള അതിൻ്റെ ഫ്രാഗ്രൻസ് അതൊക്കെ കേട്ടപ്പോഴത്തേക്കുമാണ് എന്താണ് നമ്മുടെ കവി അത്രമേൽ ഭ്രാന്തനായി പോയത് അല്ലേ. കവിയുടെ മനസ്സ് അത്രമേൽ എന്താ പറയുക മാഡൻ ആയി പോയത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയല്ലോ.
അടുത്ത എന്താണ്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വൈ ഡസ് ദ സ്പീക്കർ പ്രിക്ക് ഹിസ് ഇയേഴ്സ്, ഓപ്പൺ ഹിസ് ഐസ് ആൻഡ് ബെയർ ഹിസ് ഹേർട്ട്? എന്തുകൊണ്ടാണ് നമ്മുടെ സ്പീക്കർ ഇയേഴ്സ് പ്രിക്ക് ചെയ്തത്, കാതുകൾ തുറന്നു വെച്ചത് എന്തിനാണ്? ഓപ്പൺ ഹിസ് ഐസ് കണ്ണുകൾ തുറന്നു വെച്ചത് എന്തിനാണ്? കാതുകൾ കൂർപ്പിച്ച് വെക്കുക. ഓക്കെ, പ്രിക്ക് മീൻസ് തുറന്ന് കൂർപ്പിച്ച് വയ്ക്കുക, ശ്രദ്ധയോടെ കേൾക്കാൻ വേണ്ടിയിട്ട് കൂർപ്പിച്ച് വയ്ക്കുക. ഓപ്പൺ ഹിസ് ഐസ് കണ്ണുകൾ തുറന്നു വെച്ചത് എന്തിനാണ്? ബെയർ ഹിസ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെയർ ഫൂട്ടഡ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, അതുപോലെയാണ് ബെയർ ഹിസ് ഹാർട്ട്. ബെയർ ഫൂട്ടഡ് എന്ന് പറഞ്ഞാൽ നഗ്നമായ കാലുകൾ, മീൻസ് നമ്മൾ ചെരുപ്പിടാത്തപ്പോൾ ഉള്ള നമ്മുടെ ബെയർ ഫൂട്ട് അല്ലേ, അതുപോലെയാണ് ബെയർ ഹിസ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഹൃദയം തുറന്നു വെച്ചത് എന്തിനാണ്? കണ്ണുകൾ തുറന്നു, ഓപ്പൺ ഹിസ് ഐസ് കണ്ണുകൾ തുറന്നു വെച്ചത് എന്താണ്? പ്രിക്ക് ഹിസ് ഇയേഴ്സ് അല്ലെ, കാതുകൾ കൂർപ്പിച്ച് വെച്ചത് എന്തിനാണ് എന്നാണ് ചോദിച്ചത്. എന്തിനായിരിക്കും? ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ പ്രകൃതിയിലെ വണ്ടേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ കവി ഇങ്ങനെ കാതുകൾ കൂർപ്പിച്ച് വെച്ചതും. ആ കിളികളുടെ നാദം കേൾക്കാനാണെങ്കിലും എന്താ പറയുക, റിവർ ഒഴുകിപ്പോകുന്ന ആ ഒരു കളകളനാദം എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ, അത് കേൾക്കാനും, പിന്നെ ആ ഒരു സൺ ബ്രൈറ്റനായിട്ടപ്പോൾ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രകൃതിക്ക് കിട്ടുന്ന ആ ഒരു എനർജി അല്ലേ, അതെല്ലാം നമുക്ക് പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ നേച്ചറിൻ്റെ ബ്യൂട്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കവി എന്ത് ചെയ്തത്? പ്രിക്ഡ് ഹിസ് ഇയേഴ്സ്, opened his eyes and bared his heart to the world. ലോകത്തിന് മുന്നേ ഹൃദയം തുറന്ന് വെച്ചത് അതിനാണ്, അത് മനസ്സിൽ നെഞ്ചിൽ ഏറ്റു വാങ്ങാനാണ് അല്ലേ. അത്രയും നമുക്ക് അത്രയും നമ്മുടെ കവിക്ക് അത്രയും സ്പെഷ്യലായിരുന്നു ഈ ഓരോ ചെറിയ കാര്യങ്ങളും. നമ്മളിതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? മിക്കവരും ശ്രദ്ധിക്കാറില്ല അല്ലേ. പക്ഷെ നമ്മുടെ കവി ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് തിങ് അല്ലേ, അതൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിരുന്നു നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, അപ്പോൾ ആ നേച്ചറിൻ്റെ ബ്യൂട്ടിയെ ഗ്ലോറിഫൈ ചെയ്യുവാണ് ഇവിടെ. നമ്മുടെ പോയത്തിൻ്റെ ഓരോ വരിയിലും അത് നമുക്ക് കാണാൻ പറ്റും, എത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ നേച്ചറിനെ നമ്മുടെ പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നതെന്നുള്ള ഓരോ ലൈൻസിൽ നിന്നും ലൈൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും.